ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ രേണുസുതി മസ്താനി ഫൈറ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ വീണ്ടും ലൈവില്ല. ഇതിപ്പോ കണ്ടന്റ് ടൈം അല്ല, നീ വിധവാ കാർഡ് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി എന്നാണ് മസ്താനിയോട് രേണു പറയുന്നത് കേട്ടോ. ശരിക്കും തീപ്പൊരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് രേണുസുതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വൈൽഡ് കാർഡുകൾ വന്നതോടെ ആകെ മൊത്തം കളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെറും ഒരു ഫോൾസ് അലാറം അല്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അന്നും അക്ബറിനെതിരെ ഇങ്ങനെ കളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ഞാൻ ഒതുങ്ങി പോകുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ ഇതോടെ രേണുസുതി കത്തിക്കേറും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രയും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൽ കയറി പിടിച്ചിട്ട് നമ്മുടെ അപ്പാനിഷർത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഏതെങ്കിലും ക്യാമറയിൽ കേരളത്തിലെ മുഴുവൻ വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞോ എന്നുള്ള രീതിയിൽ അപ്പാനിഷർത്ത് ചോദിക്കുന്നുണ്ട്. രേണു അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. രേണു അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഈ 10-25 ദിവസങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. അക്ബറിന്റെ ആ ഒരു കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വിധവ അസോസിയേഷൻ പ്രസിഡന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോ ലൈവിലെ ഇവര് രണ്ടുപേരും നല്ല രീതിക്ക് പ്രൊവോക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. രേണു പറയുന്നത് ഇതാണ്, എന്നെ ഈ ആഴ്ച പുറത്താക്കുവാണെങ്കിൽ മസ്താനി ജയിച്ചു എന്ന്. അതേപോലെ തന്നെ എന്നെ തല്ലി നോക്കുന്നു, കാണട്ടെ നോക്കിയുള്ള രീതി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മസ്താനി പറയുന്നു, നീ വെറും ക്രിമിയാണ്, എടി പോടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സ്പോട്ടിൽ റിപ്ലൈ പറയാൻ അറിയാത്ത ക്രിമികളോടൊന്നും ഞാൻ മിണ്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് മസ്താനി ആ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ രേണു ഈ രീതിയിൽ കോൺഫിഡൻസോടെ ഒരു വെല്ലുവിളിയാണ് മസ്താനിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം രേണുവിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നീ ഈ ആഴ്ച എന്നെ പുറത്താക്കുവാണെന്നുണ്ടെങ്കിൽ നീ ജയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും രേണു ഈ ഒരു പ്രശ്നത്തിലൂടെ ഒന്ന് ആക്റ്റീവായി വന്ന് നല്ല രീതിയിൽ തന്നെ കളിയിലേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു മസ്താനിയുമായിട്ടുള്ള ഈ ഒരു വഴക്ക് ഇനിയും പ്രൊലോങ് ആയി പോകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതിങ്ങനെ ഈ വിധവാ കാർഡ് അത് ഇതെന്ന് പറഞ്ഞ് ഇതിനി കണ്ടിന്യൂ ആവാൻ ആയിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.